ആത്മലോകത്തിലെ ജീവികൾ, സ്പിരിറ്റുവൽ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഭൗതിക ലോകം പോലെ തന്നെ ഒരു ആത്മലോകമുണ്ട്. ആത്മലോകത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്, ഭൗമലോകത്തിലല്ല. ഭൗമലോകം മാറിപ്പോകും. 1000 ആണ്ടുവാഴ്ചയ്ക്ക് ശേഷം ഭൗമലോകം മാറിപ്പോകും. പിന്നീട് ആത്മലോകം മാത്രമേ ഉള്ളൂ, പിന്നെ ഭൗമലോകമില്ല. അതുകൊണ്ട് ആത്മലോകത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി കുറേ കാലം ഈ ദൃശ്യമായ ലോകത്തിന് വേണ്ടി മാത്രം കാണുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് നശ്വരമാണെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണല്ലോ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ ആത്മാവാണ്. നമ്മളിലുള്ള ആത്മാവ് ആത്മലോകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ആത്മലോകത്തിലേക്ക് നമ്മൾ ആത്മലോകത്തിലെ ജീവികളായിരുന്നു, ഇനി ആത്മലോകത്തിലേക്ക് മടങ്ങിപ്പോകും. പാപം നിമിത്തമാണ് ഭൗമലോകം ഉണ്ടായത്, ഭൗമലോകത്തിലേക്ക് തള്ളപ്പെട്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദൃഷ്ടികൾ എല്ലാം ചുരുങ്ങിപ്പോയത് ഭൗമലോകത്തിൽ. അപ്പോൾ സാത്താൻ ഇപ്പോഴും ആത്മലോകത്തിലെ ഒരു ജീവിയാണ്, ആത്മലോകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്കവനെ ദൃശ്യമായി കാണാൻ പറ്റത്തില്ല. അവൻ ഇപ്പോഴും ഭൗമലോകത്തിൽ നിന്നുകൊണ്ട്, ആത്മലോകത്തിൽ നിന്നുകൊണ്ട് ഭൗമലോകത്തിലെ ആളുകളുമായി സംവാദിക്കുന്ന, പ്രവർത്തിക്കുന്ന, അദൃശ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ സാത്താൻ. പക്ഷേ അവൻ ആത്മലോകത്തിലെ ജീവിയാണ്, ആത്മശരീരമുള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കി, നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളിനോട് എങ്ങനെ നമ്മൾ മത്സരിക്കും, എതിർക്കും എന്നുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സാത്താനെ ജയിക്കാനും സാത്താനോട് പോരാടാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആണ് ഈ ഭാഗം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യമായിട്ട് സാത്താൻ എങ്ങും നമ്മുടെ കൺമുമ്പിൽ അവൻ്റെ സ്വന്തം രൂപത്തിൽ ദൃശ്യമായി വെളിപ്പെട്ട് വരുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അദൃശ്യമായ രീതിയിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവൻ ആത്മലോകത്തെ ജീവി ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണുവാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ആ ആത്മലോകവും ഭൗമലോകവും തമ്മിൽ വേർതിരിച്ച് നാം പഠിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. സെഡ്യൂസിങ് സ്പിരിറ്റ്, 7-4 അതിനെക്കുറിച്ച് ഇനിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നീട് അവസാനം സാധനങ്ങൾ പഠിപ്പിക്കുമ്പോൾ സെഡ്യൂസിങ് സ്പിരിറ്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സാത്താൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത് 4 ഡിവിഷനായിട്ട് തിരിച്ചാണ്. മനുഷ്യരുടെ ഇടയിൽ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ്, ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്, വിക്കറ്റ് സ്പിരിറ്റ്. ഈ 4 ഡിവിഷനായിട്ട് തിരിഞ്ഞു നിന്നാണ് സാത്താൻ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ 4 ഡിവിഷനിൽ ദൈവത്തിൻ്റെയും പ്രിൻസിപ്പൾസ് ആൻഡ് പവേഴ്സ്, അതും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ത്രോൺസ്, ഡൊമിനിയൻസ്, ഫോളൻ ഏഞ്ചൽ, സ്പിരിറ്റ് ഇൻ പ്രസന്റ്, ഡീമൺസ്, സെഡ്യൂസിങ് സ്പിരിറ്റ്, അതെല്ലാം സാത്താൻ്റെ പ്രവർത്തന മേഖലകളാണ്. സാത്താൻ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ വിവിധ നിലകളിൽ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ജീവികളെ പ്രധാനമായി തിരിച്ചിരിക്കുന്നു. സെറാഫീം, കെറൂബീംസ്, ഏഞ്ചൽസ്, ബീയിങ്സ്. 4 വിധത്തിലുള്ള ജീവികളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. 4 സെറാഫീം, കെറൂബീംസ്, ബീയിങ്സ്, ഏഞ്ചൽസ്. അപ്പം ദൂതന്മാരുണ്ട്, സെറാഫീമുകളുണ്ട്, കെരൂബുകളുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിലെ ജീവികളുണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിവിഷനുകളായിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ, അവരെല്ലാം പൊതുവെ ഏഞ്ചൽസ് എന്ന് പറയുമെങ്കിലും അങ്ങനെ ദൂതന്മാരായി വകതിരിച്ച് 4ആയി നിർത്തിയിരിക്കുന്നു. മൊത്തത്തിൽ ഇവരെല്ലാം ഏഞ്ചൽസ് എന്ന് പറയും, ദൂതന്മാർ എന്ന് പറയുമെങ്കിലും നമ്മൾ 4 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടാണ് തിരുവചനം അവനെ പഠിപ്പിക്കുന്നത്. പിന്നെ വേറെ അനേകം സൃഷ്ടികൾ സ്വർഗത്തിലുണ്ട്. അത് പിന്നെ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ബൈബിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതെല്ലാം ആത്മലോകത്തിൽ പിന്നീട് ചെന്നിട്ട് 1000 ആണ്ടുവാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഈ 4 കാറ്റഗറിയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ട് പഠിക്കണം. സെറാഫീംസ്, കെറൂബീംസ്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൂതന്മാർ എന്ന് പറയുമ്പോൾ മാലാഖമാരെന്ന് പറയുന്ന ഒരു കൂട്ടരെക്കുറിച്ച് നമുക്ക് പൊതുവെ അറിയാം. വേദപുസ്തകത്തിൽ നിന്ന് മാലാഖമാരെന്ന് പറയുന്ന ഒരു കൂട്ടരില്ല. മാലാഖമാരെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? മാലാഖമാർ ഇല്ല, ദൂതന്മാരെന്നേ പറയുന്നത്. അപ്പോൾ ഈ മാലാഖമാരെന്ന് പറയുന്ന ഒരു മിത്തോളജിയാണ്. അത് 3-ാം നൂറ്റാണ്ടിന് ശേഷം മറ്റ് മതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ റോമൻ കത്തോലിക്ക സഭയിൽ കൂടെ കടന്നു വന്ന ഒരു ദുരുദ്ദേശമാണ് മാലാഖമാർ. അത് പറഞ്ഞാൽ ഫീമെയിലായിട്ടുള്ള ഒരു കൂട്ടം മാലാഖമാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നത്. അത് തെറ്റായ ഒരു പഠിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൂതന്മാർ, ഏഞ്ചൽസ് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ഉള്ള ബന്ധത്തിലും മറിയത്തോട് സംസാരിച്ചതും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനുള്ള ബന്ധത്തിലും അങ്ങനെ വിവിധയിടങ്ങളിൽ 66 പുസ്തകങ്ങളാകുന്ന ബൈബിളിൽ നാം കാണുന്നത് ദൂതന്മാരെ മാത്രമേ. അപ്പോൾ മാലാഖമാരെന്ന് പറയുന്ന മലക്കുകൾ, അത് മുസ്ലാം മതത്തിലൊക്കെയാണ് കൂടുതൽ, കത്തോലിക്ക മതത്തിലുമൊക്കെ മാലാഖമാരെ കുറിച്ചുമൊക്കെ
അവർ പറയുന്നുണ്ട്. അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പരാമർശനം ഉണ്ടോ എന്ന് എനിക്ക് പൂർണ്ണമായി ഞാൻ ഓർക്കുന്നില്ല, ഞാനതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന തിരുവചനത്തിൽ ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം മാലാഖമാരെ കുറിച്ചില്ല. ദൂതന്മാർ എന്നുള്ള ഒരു പദപ്രയോഗമേ ഉള്ളൂ. ദൂതന്മാരെല്ലാം മെയിലാണ്, ആൺവർഗത്തിൽ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവരായിട്ടാണ് അവരെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് സെറാഫീമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം അതേ ഉള്ളൂ. സെറാഫുകൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് സെറാഫുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4 പ്രാവശ്യം സെറാഫുകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. സെറാഫുകൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, നിൻ്റെ ആദരങ്ങളെ തൊട്ടല്ല, നിൻ്റെ അകത്ത് നീങ്ങി, നീ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അവിടെ അതാണ് സറാഫുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം. ഇത് മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ സ്ഥാനം അവിടെ വിവരിച്ചിരിക്കുന്നത് ത്രോൺ ഓഫ് ഗോഡ്, ദൈവസിംഹാസനത്തിൻ്റെ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ മുകളിലായി പറന്ന് നിൽക്കുന്ന, ദേ ആർ സ്റ്റേഷൻ എബോവ് ദ ത്രോൺ ഓഫ് ഗോഡ്. ആരാധന, ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധന ലീഡ് ചെയ്യുന്ന ഒരു കൂട്ടരായിട്ടാണ് അവരെ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഹോളി ഹോളി ഹോളി, എല്ലായ്പ്പോഴും ദൈവം പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർത്ത് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ്. അവർ ദൈവത്തോട് ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ്. അപ്പോൾ അവരെക്കുറിച്ചാണ് സറാഫുകൾ എന്ന് പറയുന്നത്. അവർക്ക് 6 ചിറകുണ്ട്. 6 ചിറക് എന്ന് പറയുമ്പോൾ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ 2 കൊണ്ട് പറക്കുകയും ബാക്കി 4 ചിറക് കൊണ്ട് അവരുടെ ശരീരഭാഗങ്ങളെ കവർ ചെയ്യുകയും. അപ്പോൾ നോക്കണം, ദൂതന്മാർ പോലും ദൈവസന്നിധിയിൽ എത്ര യോഗ്യമായിട്ടും എത്ര മാന്യമായിട്ടും അവരുടെ ശരീരങ്ങളെ കവർ ചെയ്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അവർ നിൽക്കുന്നത്. അത് നോക്കണം, സ്വർഗത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇപ്പം നമ്മുടെ സഭായോഗങ്ങളിൽ വന്നാൽ തലമൂടാൻ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ പ്രയാസമാണ്. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളോട് തലയിൽ വസ്ത്രം ഇടണം, തുണി ഇടണം, ഇട്ട് ദൈവസ്ഥലിരിക്കണം, യോഗ്യമായ വസ്ത്രം ധരിക്കണം, ഫുൾ കവേഡായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നാം വന്ന് ദൈവസ്ഥലിൽ നിൽക്കണം, ദൈവത്തോട് ഏറ്റവും മാന്യമായി യോഗ്യമായ നിലയിൽ നമ്മൾ ഇരിക്കണം എന്നൊക്കെ നമ്മുടെ ആളുകളോട് പറഞ്ഞാൽ അവർക്ക് വലിയ മടിയാണ്. എവിടെയാണ് അതിന് വാക്യം, എവിടെയാണ് അതിന് നിങ്ങൾ ബൈബിളിൽ തെളിവുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചലഞ്ച് ചെയ്ത് കളയും. അപ്പോൾ ഇപ്പം അമേരിക്കയിലെ പെണ്ണുങ്ങളൊന്നും തലയിൽ തുണിയൊന്നും ഇടത്തൊന്നുമില്ല. പൗലോസും പറയുന്നുണ്ട്, ദൂതന്മാർ നിമിത്തം അധീനതാലക്ഷ്യം ഉണ്ടാകാതിരിക്കുന്ന സ്ത്രീകൾ തലയിൽ തൊയ്യണം, മൂടുപടം ഇടുന്നത് പൗലോസും പറയുന്നുണ്ട്. പൗലോസ് പറയുന്ന ആ ഭാഷയെന്ന് പറഞ്ഞാൽ ദൂതന്മാർ ദൈവത്തെ, സ്വർഗത്തിലുള്ള ജീവികൾ ദൈവത്തെ അവർ നിമിത്തം അവരെ ബഹുമാനിക്കുന്നതിന് അവരോടുള്ള ബഹുമാന സൂചകമായി, സ്വർഗത്തോടുള്ള ബഹുമാന സൂചകമായി, ദൈവസിംഹാസനത്തോടുള്ള ബഹുമാന സൂചകമായി, ദൈവത്തെ ആരാധിക്കുന്ന അവിടെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാരോടുള്ള ആ ബഹുമാന സൂചകമായി നമ്മൾ തലയിൽ തുളിയിടണം എന്നുള്ള ആശയത്തിലാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയായതുകൊണ്ട് പുരുഷൻ അതിടേണ്ടതില്ല. സ്ത്രീകൾ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് ദൈവസ്ഥനിൽ വരണം, ഫുൾ കവേഡ് ഡ്രസ്സായിരിക്കണം, യോഗ്യമായ വസ്ത്രധാരണമായിരിക്കണം എന്നുള്ളത് ദൈവവേദപുസ്തകത്തിൽ സ്വർഗത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ദൂതന്മാർക്ക് പോലും അവരുടെ ചിറകുകൾ കൊണ്ട് അവരുടെ ശരീരഭാഗങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് ദൈവസ്ഥനിൽ സ്തുതിക്കുന്നുവെങ്കിൽ ഏറ്റവും ദൈവത്തോട് ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ് സറാഫുകൾ. അവർക്ക് പോലും ദൈവം അങ്ങനെ ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ നമ്മൾ എത്ര അധികമായി അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ദൈവിക ആരാധനയിൽ അവിടെ കാണിക്കുന്ന, ഞാൻ ആ സിംഹാസനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയും. ദൈവസിംഹാസനത്തിൽ കാണിക്കുന്ന ആ ബഹുമാനം, ദൈവത്തോട് കാണിക്കുന്ന ആ ബഹുമാനം, ഭൂമിയിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തോട് എത്രയധികം ബഹുമാനം ഉള്ളവരായിരിക്കണം എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അവർ ദൈവസിംഹാസനത്തിൻ്റെ മുകളിലായി പറന്നു നിന്നുകൊണ്ട് ഒരുവനോട് ഹോളി ഹോളി, ദൈവം പരിശുദ്ധനെന്ന് അന്യോന്യം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. അവരുടെ
അറ്റൻഷൻ മുഴുവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ്. ദൈവം പരിശുദ്ധനാണ്, മഹത്വമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ അറ്റൻഷൻ അവിടെയുള്ള സകല ദൂതന്മാരുടെയും, വേറെ നിൽക്കുന്ന എല്ലാ ദൂതന്മാരുടെയും, ആ എല്ലാ ചരാചരങ്ങളുടെയും, ആ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും അറ്റൻഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ആ പരിശുദ്ധിയിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു അറ്റൻഷനാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആരാധനയിലും നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ഇവിടെ വരുന്ന എല്ലാവരുടെയും അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇവിടെ മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷകൾ നമ്മൾ ആരാധനയ്ക്ക് ലീഡ് ചെയ്യുമല്ലോ, ഇവിടെ നിന്നോട്ടോ ഓരോരുത്തർ നമ്മളെ ലീഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ലീഡ് ചെയ്യുന്ന ആളുകൾ പാട്ട് പാടിയാലും ദൈവത്തിനെ ശുശ്രൂഷിച്ചാലും അപ്പോൾ തന്നെ എന്ത് കാര്യം ചെയ്താലും ആ ഇരിക്കുന്നവരുടെ മുഴുവൻ അറ്റൻഷനും കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം അവരെ പറയുകയും സംസാരിക്കുകയും ജനങ്ങളെ അതിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പം പ്രസംഗിക്കാൻ കയറുന്ന ഒരു പാട്ട് കാണാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാട്ടെടുത്ത് പാടി അവരുടെ കഴിവ് തെളിയിച്ചു, മനോഹരമായ ശബ്ദം തെളിയിച്ചു, അവർ പോയിരുന്നു. പ്രസംഗിക്കാൻ പ്രസംഗിക്കുന്നവർ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് എൻ്റെ കഴിവ് തെളിയിച്ചു, ഇരിക്കുന്നവരെ കണ്ടാലോചിച്ച് പറഞ്ഞു പോയിരുന്നു. ആ ഒരു മെത്തേഡ് മാറിയിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള അറ്റൻഷൻ ജനങ്ങളെ കൊണ്ടുവരും. അവർ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും വിശുദ്ധിയിലേക്കും ബ്രിങ്ങിങ് ദ അറ്റൻഷൻ ടു ദ ലോർഡ് ഓൾ മൈറ്റി, ആ ദൈവത്തിലേക്ക്, ആ മഹത്വത്തിലേക്കും വിശുദ്ധിയിലേക്കും കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സായിരിക്കണം ശുശ്രൂഷകളിൽ. ഇവിടെ ഈ സെറാഫുകൾ ചെയ്യുന്നത് ദേ ആർ വർഷിപ്പ്, സ്വർഗത്തിലെ ആരാധന ലീഡ് ചെയ്യുകയാണ്. ഇപ്പം ഈ സെറാഫിം മാത്രമല്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന താപ്പോട്ടും അടുത്ത അധ്യായങ്ങൾ ഭാഗത്ത് മനസ്സിലാവും. സെറാഫീമുകൾ ഈ ദൈവസിംഹാസനത്തിന് മുകളിലായി പറന്നു നിന്നുകൊണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതിനോട് ചേർന്ന് എന്തോ ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. മറ്റു ദൂതന്മാരും ഉണ്ട് അവിടെ, അവരും ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇവർ അന്യോന്യം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദ ടോട്ടൽ അറ്റൻഷൻ ഈസ് കമ്മിങ് ടു ദ ഗ്ലോറി ആൻഡ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സെറാഫീമുകളെ കുറിച്ച് യെശയ്യാ 6:1-8 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സെറാഫീമുകളെ കുറിച്ച് അത്രേ അവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ അടുത്തത് കെരൂബിംസാണ്. കെരൂബിംസിനെ കുറിച്ച് പറയുമ്പോൾ എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ, എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം നമുക്കറിയാം. എസെക്കിയേൽ 1-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് എസെക്കിയേൽ 1-ാം അധ്യായം വായിച്ച് മനസ്സിലായിട്ടുണ്ട് ഉണ്ടോ? നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം അത് വായിച്ചിട്ട് ഗ്രഹിച്ചിട്ടുണ്ട്? അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ എസെക്കിയേൽ പ്രവചനം. അപ്പം നിങ്ങൾ നേരത്തെ വന്നല്ലോ, ഞങ്ങൾ സെറാഫീമുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി കെരൂബികളെ കുറിച്ചൊക്കെ പറയുന്നത്. സ്തോത്രം. സെറാഫീം എന്ന് പറയുന്നത് ദൈവസിംഹാസനത്തിൽ മുന്നിൽ പറന്നു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം, ദൈവത്തിന് അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കെരൂബിംസിനെയൊക്കെ സെറാഫീം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലെ ആ ഭാഗത്ത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ കെരൂബികളെ കുറിച്ച് നമുക്ക് ഇച്ചിരി കൂടുതൽ പഠിക്കണം. കെരൂബികൾ, അപ്പം ഞാൻ പറഞ്ഞു സ്വർഗത്തിലെ ദൂതന്മാരെ 4 കാറ്റഗറി ആയിട്ടുണ്ട്. സെറാഫീംസ്, കെരൂബീംസ്, ഏഞ്ചൽസ്, ബീയിങ്സ്, ജീവികൾ. 4 വിഭാഗങ്ങൾ ജീവികളത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വിഭാഗമാണ് സെറാഫീം, 2ാമത്തെ വിഭാഗമാണ് കെരൂബീംസ്. അപ്പോൾ കെരൂബീംസിനെ കുറിച്ച് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം അത് വായിക്കാമോ ആർക്കെങ്കിലും? ആ അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചുവടുള്ളതും കാലടി കാളക്കിടാവിന്റെ ഉടമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ തലമുറ പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യന്റെ കൈ പോലെ ഉണ്ടായിരുന്നു. 4 മുഖവും ചെറുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചെറുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യരൂപം ഉണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു.
ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ രണ്ട് ചിറക് തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറക് കൊണ്ട് ശരീരം മറച്ചും ഇരുന്നു. മതി അത് മൊത്തം വായിക്കണം. പക്ഷേ ഐഎസ്കേപ്പിന് 1-ാം അധ്യായം വായിക്കുമ്പം ആ ഭാഗം എത്ര പ്രാവശ്യം വായിച്ചാലും ആ സെറ്റപ്പിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാൻ അല്പം പ്രയാസമാണ്. ദൈവസിംഹാസനവും അവിടെ ജീവികളും ഖെരൂബികളും ആ ഒരു സിംഹാസനം, ഞാൻ ഇമേജുകൾ ഗൂഗിളിൽ ഒരുപാട് തപ്പി, ഒരുപാട് പിക്ചറുകളുണ്ട്, പക്ഷേ ഒന്നും പെർഫെക്റ്റ് അല്ല. പലർക്കും അതിനെ വരച്ച് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളതിനെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് സങ്കല്പിച്ച് എടുക്കാൻ പറ്റും കൂടുതലായി ചിന്തിച്ചാൽ. പക്ഷേ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കുവാൻ, ഒന്ന് വരച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കെറൂബികളുടെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. കെറൂബിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവസിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കെറൂബുകളെക്കുറിച്ച്, ഞാൻ കെറൂബുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സിംഹാസനത്തെക്കുറിച്ച് പറയാം. കെറൂബുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദൂതന്മാർ, നമ്മൾ പഠിക്കുന്ന സാത്താൻ കെരൂബ് വംശത്തിൽപ്പെട്ട ആളാണ്. കെരൂബുകളാണ്. പക്ഷേ 21-ാം അധ്യായത്തിൽ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതെല്ലായിരുന്നു അഭാവം പിന്നെടുക്കാം. അപ്പോൾ കെരൂബ് വംശത്തിൽപ്പെട്ടവരാണ് സാത്താൻ. ആ കെരൂബ് വംശത്തിൽപ്പെട്ട ദൂതന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ഗാർഡ് ചെയ്യുക, ചുറ്റിനും ദൈവസിംഹാസനം ഗാർഡ് ചെയ്യുക എന്നുള്ള ജോലിയാണ് കെരൂബ് വംശത്തിൽപ്പെട്ട എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ബ്ലാക്ക് കാറ്റുകൾ വലിയ VIP-കൾക്ക് ചുറ്റിനും നിന്ന്, ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ അവരുടെ ചുറ്റിനും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ഓഫീസേഴ്സുണ്ട്. അവരെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് വിളിക്കും, പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്സ്. അപ്പോൾ അവരെ വളരെ ശക്തന്മാരാണ്. ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, എപ്പോഴും 24 മണിക്കൂറും ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. അടുത്ത് നിൽക്കുന്ന ആളാകുമ്പം ഒരുപാട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ ദിനചര്യകൾ, ദൈവത്തിൻ്റെ സകല കാര്യങ്ങൾ. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളിന്, നമ്മുടെ 24 മണിക്കൂർ എൻ്റെ അടുത്തിരിക്കുന്ന ആളിന് എൻ്റെ സകല സ്വഭാവം അറിയാം, ഇല്ലയോ? എൻ്റെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും എൻ്റെ 24 മണിക്കൂറിലെ സ്വഭാവം. ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവൾ പറയും ഈ മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ്. 24 മണിക്കൂറും എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്. അങ്ങനല്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അന്യോന്യം അങ്ങനല്ലേ അറിയും. 24 മണിക്കൂറും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഭാര്യമാർക്കറിയാം നമ്മുടെ സ്വഭാവം. അവരുടെ മാതാപിതാക്കൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഭാര്യമാരുടെ സ്വഭാവം ആർക്കറിയാം? നമുക്കറിയാം. അവരുടെ കഴിവും അവരുടെ ശക്തിയും അവരുടെ പരാക്രമവും അവരുടെ എല്ലാ കാര്യവും അവർക്ക് അന്യോന്യം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ് ആര്? സെറാഫുകൾ. അപ്പോൾ ഈ സെറാഫുകൾക്ക് 4 ചിറകുകളുണ്ട്. ദേ ഹാവ് 4 wings. 4 ചിറകുകളുണ്ട് അവർക്ക്. പിന്നെ അവർക്ക് 4 മുഖമുണ്ട്. 4 ചിറകുണ്ട്, 4 മുഖമുണ്ട്. അപ്പോൾ ഓരോരുത്തരും 4 മുഖം, ഓരോരുത്തരും 4 ചിറകുകൾ. കെറൂബിംസിന് എത്ര ചിറകുണ്ട്? സെറാഫികൾക്ക് എത്ര ചിറകുണ്ട്? 6. കെരൂബികളുടെ കാര്യം ഞാൻ പറഞ്ഞു, തിരിഞ്ഞു പോയി. ഈ കെരൂബ്സിന് 4 ചിറകും 4 മുഖവും, സെറാഫികൾക്ക് 6 ചിറകും. പറന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കും. 2 കൊണ്ട് പാദം മൂടും, 2 കൊണ്ട് മുഖം മൂടുന്നു, 2 കൊണ്ട് പറക്കുന്നു. 6 ചിറക്. അപ്പോൾ കെരൂബിൽ വരുമ്പോൾ 4 ചിറകുണ്ട്, കൂടാതെ 4 മുഖമുണ്ട്. ഒരു തലയിൽ 4 മുഖം, 4 വശത്തായി 4 മുഖം. അത് മുഖത്തെക്കുറിച്ച് മനുഷ്യമുഖം, കഴുകുമുഖം, സിംഹമുഖം, കാളമുഖം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നതാണ് ജീവികളെക്കുറിച്ച് പറയുമ്പോൾ. 4 മുഖമുണ്ട് സെറാഫുകൾക്ക്. അപ്പോൾ ദൈവസിംഹാസനം ഇപ്പോൾ കസേര, എനിക്ക് ആ പിക്ചർ നിങ്ങളെ കാണിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രോപ്പറായ പിക്ചർ കിട്ടിയില്ല, അവിടെ എടുത്തില്ല. ഇപ്പോൾ കസേര, ദൈവസിംഹാസനം ഈ കസേര ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൈവം ഇതിൽ ഇരിക്കുന്നു. ഇതിന് മുകളിലായി സെറാഫുകൾ പറന്ന് ദൈവത്തെ ആരാധിക്കുന്നു, ഹോളി ഹോളി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ താഴെയായി ഈ ദൈവത്തെ ഗാർഡ് ചെയ്തുകൊണ്ട് ആരാധിക്കുന്നു കെരൂബിംസ് നിൽക്കുന്നു. അവർ ചിറകുകൾ വിടർത്തി ഇങ്ങനെ ഒന്നോടൊന്നും മുട്ടിച്ചിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ ദൂതന്മാർ പറന്ന് ആരാധിക്കുന്നു, ഇവിടെ ഇവർ നിൽക്കുന്നു. അതിൻ്റെ താഴെ നമ്മൾ വായിക്കുമ്പോൾ, ഈ ഏകപുരം വായിക്കുമ്പോൾ അതിൻ്റെ താഴെ 4 ജീവികൾ, ദൈവസിംഹാസനത്തെ വഹിക്കുന്ന 4 ജീവികൾ. ജീവികളെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയും. അപ്പോൾ സെറാഫികൾ, കെരൂബികൾ, 4 ജീവികൾ, ദൈവസിംഹാസനം വഹിക്കുന്ന 4 ജീവികൾ. അപ്പോൾ സിംഹാസനം ജീവി വഹിക്കുക. ആ ജീവിയുടെ കുറിച്ച് കൂടുതൽ പിന്നീട് ഞാൻ പറയും. ഇത്രയും പേര് ഒന്നിച്ച് നിൽക്കുന്ന അതിൻ്റെ ഇടയിലാണ് ആരിയ്ക്കുന്നത്? കസേരയിലാണ് ആരിയ്ക്കുന്നത്? ദൈവം ഇരിക്കുന്നത്. ദൈവസിംഹാസനം എന്ന് പറഞ്ഞതാണ്.
അപ്പോൾ ഈ ഗാർഡ് ചെയ്തിരിക്കുന്ന ദൂതന്മാർക്ക് 4 മുഖമുണ്ട്. ഈ 4 ജീവികൾക്കും ഓരോരുത്തരും ഓരോ മുഖമാണ്. 4 ജീവികൾക്ക് ഒരാൾക്ക് സിംഹമുഖം, ഒരാൾക്ക് കാളമുഖം, ഒരാൾക്ക് കഴുകുമുഖം, ഒരാൾക്ക് 4 മുഖം പറയും, ഇനി ഏതാ പറയുന്നത്, മാനുഷ്യമുഖം. 4 മുഖം. കെരൂബിന് ഒരു തലയിൽ 4 മുഖമുള്ളപ്പോൾ ജീവികൾക്ക് ഓരോരുത്തർക്കും ഓരോ മുഖം. അത് സെയിം, ഓരോരുത്തർക്കും ഓരോ മുഖം. ഈ കെരൂബുകൾക്ക് 4 കൈയുണ്ട്, 4 ചിറകുണ്ട്. 4 ചിറകുകളുടെ കീഴെ എന്തുണ്ട്? മാനുഷ്യ കൈ പോലെ ഓരോ കൈയുമുണ്ട്. നോക്കണം. അപ്പോൾ മനുഷ്യ കൈ പോലെ ചിറകുകളുടെ കീഴെ കൈയുണ്ട്, 4 ചിറകുണ്ട്. അവരെ ദൈവസിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്ന ശക്തന്മാരായ ദൂതന്മാരാണ്. ഈ ശക്തന്മാരായ ദൂതന്മാരാണ് ഈ ദൈവസിംഹാസനത്തെ ഗാർഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ ദൂതന്മാരാണ് പറഞ്ഞത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ പറന്നുയരും, ദൈവത്തിൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസന തുല്യമായി വയ്ക്കും, ഞാൻ സമാപനപൂർവ്വം തിരുന്നരുളുമെന്ന് ഹൃദയത്തിൽ തീരുമാനിച്ച് സ്വർഗത്തിലേക്ക് ചെന്ന ദൂതന്മാരാണിവർ. അപ്പോൾ ഈ പിശാചിന് ഇത്രയും ശക്തി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ സകല കാര്യങ്ങളെയും ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ് ആരായി തീർന്നിരിക്കുന്നത്? സാത്താനായി തീർന്നിരിക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗത്തിലെ സകല പദ്ധതികളും സ്വർഗത്തിലെ സകല പ്രോഗ്രാമുകളും ദൈവത്തിൻ്റെ സകല സ്വഭാവവും എല്ലാം അവന് ഏറ്റവും കൂടുതൽ, പൂർണ്ണമായും അവൻ അറിയത്തില്ല ദൈവമായതുകൊണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ശക്തിയുള്ള ദൂതന്മാരാണ് ആര്? ഈ കെരൂബ് വംശികൾ. ആ കെരൂബ് വംശത്തിൽപ്പെട്ട ഒരു കൂട്ടം ദൂതനായിരുന്നു ലൂസിഫറും അവൻ്റെ കൂട്ടരും. കെരൂബ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ 1, 2, 10, 1000 പേരല്ല, പല ഈ വംശത്തിൽപ്പെട്ട ദൂതന്മാരെ ഗണമായി പല നിലകളിൽ ദൈവം നിർത്തിയിരിക്കാൻ. ഇപ്പോൾ ദൈവസിംഹാസനത്തോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ പല ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം കെരൂബ് വംശത്തിൽപ്പെട്ട ലൂസിഫറും ഗ്രൂപ്പും ഉള്ളതുപോലെ തന്നെ അനേക ഗ്രൂപ്പുകൾ സ്വർഗത്തിലുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പാണ്, കെരൂബ് വംശം മുഴുവനുമല്ല, പ്രത്യേകത ആ കെരൂബ് വംശത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ്, ലൂസിഫറും അവൻ്റെ ഗ്രൂപ്പും മാത്രമാണ് ആരായി തീർന്നിരിക്കുന്നത്? സാത്താനായി തീർന്നത്. അതുകൊണ്ട് ഇനി സ്വർഗത്തിൽ കെരൂബുകൾ ഇല്ലെന്നല്ല, കെരൂബുകൾ ഇപ്പോഴും സ്വർഗത്തിലുണ്ട്. കെരൂബ് ദൂതന്മാർ ഇപ്പോഴും ദൈവസിംഹാസനം കാവൽ ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാന ദൂതന്മാർ അവരിൽ പലരുമുണ്ട്. നമ്മൾ പ്രധാന ദൂതന്മാരെ കുറിച്ച് പറയും പിന്നീട്. പ്രധാന ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പ്രധാന ദൂതന്മാരുടെ പേരെന്ന് പറഞ്ഞേ. ഗബ്രിയേലും മിഖായേലും നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതമാണ്. ഗബ്രിയേലും മിഖായേലും വേദപുസ്തകത്തിൽ പഠിക്കുന്നതൊക്കെ. വേറെ ഒരു പ്രധാന ദൂതൻ്റെ പേരുടെ ഓർമ്മ വരുന്നുണ്ടോ എവിടെയെങ്കിലും ആർക്ക്? വായിച്ചതായിട്ടോ കേട്ടതായിട്ടോ ഒരു പ്രധാന ദൂതൻ്റെ പേരൂടെ വായിച്ചതും കേട്ടതൊന്നും? റാഫേൽ എന്ന് പറയുന്ന ഒരു ദൂതനെ കേട്ടിട്ടുണ്ടോ? റാഫേൽ യുദ്ധവിമാനം ഇസ്രായേലിൻ്റെ ഒക്കെ റാഫേൽ. അത് ബൈബിളിൽ റാഫേലിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോക്രിഫ പുസ്തകങ്ങൾ റാഫേലിനെ കുറിച്ച് പറയുന്നു. ബൈബിളിൽ റാഫേലില്ല. ബൈബിളിൽ പ്രധാന ദൂതന്മാരുടെ പേര് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായും പ്രധാന ദൂതന്മാരുടെ പേര് ദൂതന്മാരെന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത് ഗബ്രിയേല്, മിഖായേല്, പിന്നെ ലൂസിഫർ. 3 ദൂതന്മാരായിരുന്നു പ്രധാന ദൂതന്മാരായി ബൈബിൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാന ദൂതന്മാരിൽ 3 പേരിൽ ഒരാളാണ് ആര്? ലൂസിഫർ. ആ ലൂസിഫറാണ് ദൈവത്തിന് വിരോധമായി സാത്താനായി തീർന്നിരിക്കുന്നത്. നോക്കണം. അപ്പോൾ പ്രധാന ദൂതന്മാരിൽ ഒരാളാണ് ആരായി തീർന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ, മനസ്സിലാകുന്നുണ്ടോ, വിരോധിയായി തീർന്നിരിക്കുന്നത്. നമ്മളോർക്ക് സാത്താൻ ഇത്ര ശക്തി എന്തുവാ? എങ്ങനെ മാമേ ചോദിച്ചോണം. ലൂസിഫറിന് അങ്ങനെ, ലൂസിഫർ എന്ന് പറയുന്നത് അവൻ സാത്താൻ ആയിരിക്കുന്നതിന് മുൻപുള്ള പേരാ ലൂസിഫർ. സാത്താൻ ആയിക്കഴിഞ്ഞ ശേഷം അവനെ ലൂസിഫർ എന്ന് ബൈബിൾ വിളിക്കുന്നില്ല. നമ്മളിപ്പോഴും ലൂസിഫർ എന്നൊന്നും പറയരുത്. അവൻ നല്ലവനായിരുന്നപ്പോൾ, ദൈവത്തോട് അടുത്തിരുന്നപ്പോൾ ദൈവം അവന് കൊടുത്ത പേരാണെന്ത്? ലൂസിഫർ. സാത്താനായി തീർന്ന ശേഷം ആരും സാത്താനെ എന്ത് വിളിക്കുന്നില്ല? ലൂസിഫർ എന്ന പേരിൻ്റെ വാർത്തൻ്റെ ആക്കിൻ്റെ അർത്ഥം എന്തുവാ? ലൈറ്റ് ബ്രിങ്ങർ. അരുണോദയപുത്രനായ ശുക്രൻ, ദൈവപുത്രന് തുല്യമായ പേരാണ്. അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ് അവൻ്റെ മുൻപേര്. അതിപ്പോൾ അറിവുകളിലൂടെ പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ പഠിച്ച് നമുക്ക് വരുന്ന അബദ്ധങ്ങളാണ് അതൊക്കെ. അപ്പം ചിലരൊക്കെ സ്റ്റേജൊക്കെ എടുത്തിട്ട് യേശുവിടെ നാമത്തിൽ ലൂസിഫർ എന്നിട്ട് ശാസിക്കുന്നൊക്കെ പറയാം. അതൊക്കെ തെറ്റാ. അങ്ങനെ ബൈബിളിൽ അങ്ങനെ തിയോളജി ഇല്ല. ഇപ്പോൾ ബൈബിൾ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഞാനും ചിലപ്പോൾ മണ്ടത്തിലൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കും. അതിപ്പോൾ അറിയാതെ പറഞ്ഞു പോവാ. അതിപ്പോൾ പ്രസംഗത്തിനിടയ്ക്ക് ആവേശം വെക്കുമ്പോൾ പലതും പറയും. അത് അന്നേരം തിയോളജി അങ്ങനെയാണെന്നോ
അങ്ങനെ പറയാൻ നോക്കുമോ എന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അബദ്ധം പറ്റിപ്പോകുന്നതായിരിക്കും, ചിലർ അറിയാതെ പറയുന്നതായിരിക്കും. പക്ഷേ ഇവൻ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുമ്പോൾ ദൈവം അവന് കൊടുത്ത പേരാണ് ആര്? ലൂസിഫർ. പൗലോസ് പറഞ്ഞല്ലോ, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ ലൂസിഫറിൻ്റെ വേഷം ധരിക്കും. നല്ല ദൂതനായിട്ടൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കളിപ്പിക്കും. വേഷം ധരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ അവൻ വെളിച്ചദൂതനല്ല, അവൻ ലൂസിഫർ അല്ല, ലൈറ്റ് ബ്രിങ്കർ അല്ല, അരുണോദയപുത്രനായ ശുക്രനുമല്ല. അവൻ്റെ പേര് മാറ്റി, അവനെ ചിറകുകളെ വെട്ടി, അവൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റിക്കളഞ്ഞു. അവൻ്റെ പേരിപ്പോൾ എന്താണ്? സാത്താൻ. ദൈവത്തിൻ്റെ എതിരാളി, സാത്താൻ, ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ പല പേരുകൾ വേറെ പുസ്തകത്തിലേക്ക്. അത് ഞാൻ കൂടുതൽ സാത്താനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ഞാൻ പറയും. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനിയും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും? ലൂസിഫറിനെ എന്ത് ചെയ്തത്? ശാസിക്കത്. ലൂസിഫറിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പം ലൂസിഫർ എന്ന് പറയുന്ന ഒരു ദൂതൻ സ്വർഗത്തിലില്ല. അവൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അവനില്ല. ഇപ്പോൾ അവൻ സാത്താൻ. അപ്പോൾ പ്രധാന ദൂതന്മാർ, ബൈബിളിൽ പറയുന്ന പ്രധാന ദൂതന്മാർ 3 പേരാണ്. ആരാ? ഗബ്രിയേൽ, മിഖായേൽ, ലൂസിഫർ. ലൂസിഫർ പാപം ചെയ്യുന്നത് വരെ, പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ആരായി മാറി? എതിരാളിയായി മാറി, സാത്താനായി മാറി. ആ പേര് വായിച്ചു കളഞ്ഞു. ഇപ്പോൾ അരുണോദയപുത്രനായ ശുക്രൻ, അല്ലെങ്കിൽ അരുണോദയപുത്രൻ, ഉദയ നക്ഷത്രം എന്ന് വിളിക്കുന്ന ആരെയാ? ഇപ്പോഴത്തെ ആ ലൈറ്റ് ബ്രിങ്കർ ആരാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് ഇപ്പോഴത്തെ ഉദയ നക്ഷത്രം, സ്റ്റാർ, ലൈറ്റ് ബ്രിങ്കർ, വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു. ഇപ്പോൾ ആരാണ്? യേശു ക്രിസ്തുവാണ്. ഇപ്പോൾ ആ യേശു ക്രിസ്തുവിനെ ആ പേരിൽ, ലൂസിഫർ എന്ന പേരിലല്ല, ലൈറ്റ് ബ്രിങ്കർ എന്നുള്ള, ഉദയ നക്ഷത്രം എന്നുള്ള പേരിൽ യേശു ക്രിസ്തുവിനെ അറിയപ്പെടുന്നു. അതിന് തുല്യമായ ഒരു പേര് മറ്റാർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അറിയാതെ പോലും ലൂസിഫർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കരുത്. ലൂസിഫർ നല്ലവനായിരുന്നപ്പെട്ട പേരാണ്, ചീത്തയായപ്പം താത്താനായി മാറി. അപ്പോൾ ഈ ദൈവസിംഹാസനത്തിൽ, നമ്മളത് ആ പിക്ചർ മനസ്സിൽ നിന്ന് പോകരുത്. ദൈവസിംഹാസനത്തിൽ മുകളിലായി പറന്നു നിൽക്കുന്ന സറാഫുകൾ, അതിൻ്റെ കീഴെ ദൈവത്തിൻ്റെ ചുറ്റും, സിംഹാസനത്തിന് ചുറ്റും ഗാർഡ് ചെയ്യുന്ന കെറൂബികൾ, അതിൻ്റെ കീഴെ ദൈവസിംഹാസന ആ ചെയറിനെ ദൈവരിക്കുന്ന കസേരയെ വഹിക്കുന്ന 4 ജീവികൾ. അതിൻ്റെ നടുവിൽ ആ ചെയറിലാണ് ആരിയിരിക്കുന്നത്? ഞാൻ സിംഹാസനത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാം, ബാക്കി കാര്യം പറയാം. സിംഹാസനത്തിൽ എന്തൊക്കെ ഇടുന്നു, സിംഹാസനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുമ്പിൽ ആ ഓർക്കുകയും വേണം. അപ്പോൾ ദൈവസിംഹാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വിവരിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ദൂതന്മാരാണ് ഈ കെറൂബികൾ എന്ന് പറയുന്നത്. ഏദൻ പർദീസായിൽ ആദമിനെയും ഹവ്വയെയും പാപം ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഏദൻ തോട്ടത്തിൽ കയറാതിരിക്കാതെ വണ്ണം, നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 3:24 ദൈവം ആരെയാ കാവൽ നിർത്തിയത്? ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 3:24. ഉൽപ്പത്തി 3:24. ആ ആ ആരെ? കെറൂബുകളെ ദൈവം ഏദൻ തോട്ടത്തിന് കാവൽ നിർത്തി. പാപിയായി തീർന്ന ആദമും ഹവ്വയും തിരിച്ച് ഏദൻ തോട്ടത്തിൽ കയറി ജീവന്റെ വൃക്ഷഫലം പറിച്ച് തിന്നാതിരിക്കാൻ വേണ്ടി കെറൂബുകളെ. അപ്പോൾ മനസ്സിലാവണം, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട മാർമിക വിഷയങ്ങളിൽ, ദൈവസിംഹാസനത്തിൻ്റെ മാത്രമല്ല ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട മാർമിക വിഷയങ്ങളിൽ, മാർമിക സ്ഥാനങ്ങളിൽ കാവൽ നിൽക്കുന്ന ആരാണ്? ഇപ്പോഴും കെറൂബുകളാണ്. അപ്പോൾ ലൂസിഫർ, സാത്താൻ ഈ ആദാമിനെ ഹവ്വയെ തെറ്റിച്ച സമയത്ത് ആദാമിനെ ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് ഒത്തിരി നാൾ മുമ്പേ ലൂസിഫർ പാപം ചെയ്ത് സാത്താനായി തീർന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏദൻ തോട്ടം കാക്കാൻ ദൈവം കാവൽ നിർത്തിയിരിക്കുന്നതും ആരെയാണ്? കെറൂബിനെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കെരൂബ് വംശത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ലൂസിഫറും അവൻ്റെ ഗ്രൂപ്പ് മാത്രമേ സാത്താൻ അല്ല പിശാചുക്കളായി തീർന്നിട്ടുള്ളൂ, പാപം ചെയ്തിട്ടുള്ളൂ. ഇനിയും സ്വർഗത്തിൽ കെരൂബ് വംശത്തിലുള്ള ദൂതന്മാർ ഇപ്പോഴും സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സേവനം ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചോക്കണം. കെരൂബുകൾ മുഴുവൻ പിശാചുക്കളാണെന്ന് ആരും ധരിച്ചു വെക്കരുത്. അപ്പോൾ ലൂസിഫറും അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാത്രം, അത് സംഖ്യ ഗണമായിട്ടുണ്ട്, ഒരുപാടുണ്ട്, അവരാണ് സാത്താനായി തീർന്നിരിക്കുന്നതും ഇപ്പോഴുള്ളത്. എന്നാൽ ഇപ്പോഴും കെരൂബികൾ സ്വർഗത്തിലുണ്ട്, ദൈവസിംഹാസനം കാവൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലും മർമ്മപ്രധാനമായ കാര്യങ്ങളിലും ഇപ്പോഴും ദൈവം സൂക്ഷിക്കുവാനായി, ഗാർഡ് ചെയ്യുവാനായി അയക്കപ്പെടുന്നതും ആരെയാണ്?
അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഭൂമിയിലുണ്ട്. അതാരാ? സഭ. സഭ. അങ്ങനെയാണെങ്കിൽ സഭയെ ഗാർഡ് ചെയ്യുവാൻ, സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മുടെ വിഷയങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം അയക്കുന്ന സേവകാത്മാക്കളായ ഒരു കൂട്ടം ദൂതന്മാരെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അവരാരായിരിക്കും? കെരൂബികളായിരിക്കും. മനസ്സിലായോ? എല്ലാ ദൂതം അപ്പം കുറച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അവർ നമുക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവക ആത്മാക്കളാണ്. നമുക്ക് അവരുടെ മേൽ കമാൻഡിങ് പവർ ഒന്നുമില്ല. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മളെ സംരക്ഷിക്കേണ്ടതിന് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളാണ് ഈ കെരൂബികൾ. അതുകൊണ്ട് കെരൂബിനോട് പറയാം, ഒരു കെരൂബിൻ്റെ പഞ്ചനം പറയാം, ഇങ്ങോട്ട് വാ, രാവിലെ ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ വാ, ഞാൻ ബൈബിൾ ക്ലാസ് വെക്കാൻ പോവാം, അല്ലെ ഇങ്ങോട്ട് വാ, എന്നെ സഹായിക്കാൻ എന്നെ സഹായിക്കാം, എന്നോട് എന്നെ അടിക്കാം. ഇങ്ങനൊന്നും കമാൻഡ് ചെയ്യാനുള്ള അധികാരവും പവറും ഒന്നും നമുക്കില്ല. അവർ നമ്മളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ. പക്ഷേ അത് അയക്കുന്നത് ആരാണ്? അതാത് സ്ഥാനങ്ങൾ ദൈവമാണ്. അതോർത്ത് നാം ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. കെരൂബികളെ അല്ല സ്തുതിക്കേണ്ടത്, ദൈവത്തെ സ്തുതിക്കണം. റിക്വസ്റ്റ് ദൈവത്തോട് ചെയ്യാം. അവരോട് അവരോട് ഒരു റിക്വസ്റ്റും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ മക്കളല്ലേ, നമുക്ക് ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാം. എൻ്റെ വഴികളിൽ ഞാൻ പോകുന്ന ഇടങ്ങളിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന്. ഇപ്പോൾ അറിയാം, അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ ഇന്ന് വഴിക്ക് സൂക്ഷിച്ചോണെന്ന് പറയുമ്പോൾ അച്ഛനിപ്പോൾ ആരെ അയക്കുമെന്നൊരു ബോധ്യമായല്ലോ. ആരാ വരുന്നേ? കെരൂബികളാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിലായിക്കോളും. അപ്പോൾ കെരൂബികൾക്ക് 4 ചിറക്, പിന്നെ 4 മുഖം, പിന്നെ ചിറകുകളുടെ കീഴെ മാനുഷ്യ കൈകൾ. മനസ്സിലായ? കെരൂബികൾ. അപ്പം ഇവരുടെ സ്പീഡിനെ കുറിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിൽ സിംബോളൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാറ്റ്, വിൻഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ കെരൂബികളെ കാറ്റിൻ്റെ ചിറകിന്മേൽ വരുന്ന ഒരു സംവിധാനം. സങ്കീർത്തനം 18-10, 2 ശമൂവേൽ 22-11 ഈ ഭാഗങ്ങളിൽ കെരൂബികളെ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. കാറ്റ്, വിൻഡ് എന്നൊക്കെ വേണമെങ്കിൽ ഇത് വായിക്കാം. സങ്കീർത്തനം 18-10 ഒന്ന് വായിക്കാം. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അതെ, കെരൂബിനെ വാഹനമാക്കി കാറ്റ്, ഇംഗ്ലീഷിൽ വിൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്ര ഭയങ്കരമായ സ്പീഡിൽ, വേഗത്തിൽ സഞ്ചരിക്കുന്ന, സഞ്ചാര യോഗ്യരായ, സഞ്ചാരത്തിന് കഴിവുള്ളവരാണ് ആര്? കെരൂബികൾ. ഇപ്പോൾ സ്വർഗം എവിടെയാണെന്നതിൻ്റെ ഡിസ്റ്റൻസ് പറയാൻ എനിക്കറിയത്തില്ല. സ്വർഗാദി സ്വർഗം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുക. 3-ാം സ്വർഗം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആകാശമേഘങ്ങൾക്കും ഈ വാനമേഘങ്ങൾക്കൊക്കെ അപ്പുറം കോടാനുകോടി മൈലുകൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർഗം എവിടെ? ആ സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു കെരൂബിനെ എൻ്റെ സംരക്ഷണത്തിനായിട്ട് അയക്കുമ്പോൾ സെക്കൻഡുകൾ 1000-1 സെക്കൻഡ് പോലും എടുക്കാതെ, അല്ലെങ്കിൽ 10,000-1 സെക്കൻഡ് സമയം പോലും എടുക്കാതെ എത്തുന്ന വേഗതയുള്ള, അത് ആത്മജീവികളുടെ ഒരു പ്രത്യേകതയാണ്. സ്പീഡ്, ആത്മലോകം, സമയരഹിതമായി സഞ്ചരിക്കുന്ന ആത്മജീവികളുടെ പ്രത്യേകതയാണ് ഈ വേഗത എന്നുള്ളത്. അതിനേക്കാൾ വേഗത കൂടിയവരാണ് ആര്? കെരൂബികൾ. എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഞാൻ തെളിവ് ചോദിച്ചാൽ ഞാൻ ഒത്തിരി വാക്യങ്ങൾ പലയിടങ്ങളിൽ നിന്ന് തപ്പിപ്പിടിച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒറ്റ വാക്യമായിട്ട് എൻ്റെ തെളിവ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മലോകത്തെ ജീവികൾക്ക് സമയത്തിനപ്പുറത്തായി സഞ്ചരിപ്പാൻ കഴിവുള്ള ജീവികൾ, ആത്മലോകത്തെ ജീവികൾ എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ അപേക്ഷിച്ച് അല്പം കൂടെ സ്പീഡ് കൂടുതലുള്ള ഒരു ജീവിയാണ് ആര്? കെരൂബികൾ എന്നാണ് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ദൈവം സഞ്ചരിക്കുന്നത് ഇവൻ്റെ ചിറകിൽ ഇവനെ വാഹനമാക്കി ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാർ എന്നതിനെ മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് കെരൂബുകളെ കാണുവാൻ കഴിയുന്നത് എവിടെയെങ്കിലും നിങ്ങൾ വേറെ എവിടെ വേസത്തിൽ കെരൂബുകളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? കെരൂബുകളെ കുറിച്ച്, കെരൂബ് ദൂതന്മാരെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ ഓർമ്മയെ പറഞ്ഞാൽ മതി. ഏദൻ തോട്ടത്തിലെ കാര്യം ഞാൻ പറഞ്ഞു, കെരൂബ് കാവൽ നിൽക്കുന്നു. പിന്നെ സിംബോളിക്കലായി പറഞ്ഞിരിക്കുന്നത് കൃപാസനത്തെ മറയ്ക്കുന്ന കെരൂബുകൾ, മേസിസ് കൃപാസനം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന കൃപാസനം, ആ കൃപാസനം നമുക്കറിയാമല്ലോ. കൃപാസനത്തെക്കുറിച്ച് അറിയാമല്ലോ. കൃപാസനത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒരിക്കൽ പ്രസംഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കൃപാസനം, ആ കൃപാസനത്തെ മൂടുന്ന, ആ പെട്ടിയെ മൂടുന്ന
ഒരു പെട്ടകമാണ്. ആ പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു സ്വർണ്ണ പ്ലേറ്റ് വെച്ചിരിക്കുന്നു. ആ സ്വർണ്ണ പ്ലേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി 2 കെരൂബുകളെ അടിച്ച് രൂപപ്പെടുത്തി 2 ചിറകുവിടത്തിൽ 2 കെരൂബുകളെ അവിടെ വെച്ചിട്ടുണ്ട്. ആ കെരൂബുകൾ എന്തോ ചെയ്യുന്നതാണ്, അതിന് നടുവിൽ ആ കൃപാസനം ദൈവം ഇറങ്ങിയിരിക്കുന്ന ആ സീറ്റിൽ ആ സ്വർണ്ണ പലകയിൽ സീറ്റിലാണ് ദൈവം അതിന് നടുവിൽ ഇറങ്ങി. ആ കെരൂബുകൾ ഇങ്ങനെ ചിറകുവിടത്തിൽ നിൽക്കുമ്പോൾ അത് കാണിക്കും ദൈവസിംഹാസനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഗാർഡ് ചെയ്യുന്ന ദൂതന്മാരുടെ സിമ്പിളാണ് അവിടെ കൃപാസനത്തിൽ അവിടെ വെച്ചിരിക്കുന്നത്. കെരൂബുകൾ ദൈവസിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്നതിൻ്റെ സിമ്പിളാണ് ആ കൃപാസനത്തിൽ, പഴയ നിയമ ദേവാലയത്തിൽ ചിറകുവിടത്തിൽ നിൽക്കുന്ന 2 കെരൂബുകളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അടയാളം. അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, കെരൂബ് വംശത്തിൽപ്പെട്ട ദൂതന്മാർ ദൈവത്തോട് ഏറ്റവും, സ്വർഗത്തിലുള്ള എല്ലാ ദൂതന്മാരെക്കാൾ ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ദൂതന്മാരാണ്. അവരുടെ ജോലി ദൈവസിംഹാസനത്തിൻ്റെ ഗാർഡ് ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ പ്രത്യേകമായ വിഷയങ്ങൾക്ക് ഗാർഡ് ചെയ്യുകയാണ്, അവരുടെ സെക്യൂരിറ്റിയാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അവർ അതിശക്തന്മാരാണ്, അവർ വളരെ സ്പീഡുള്ളവരാണ്, കഴിവുള്ളവരാണ്, 4 മുഖമുള്ളവരാണ്, അതുപോലെ തന്നെ 4 കൈയുള്ളവരാണ്, 4 ഓരോന്നിനും അർത്ഥമുണ്ട്. ചിറക് വേഗതയെ കാണിക്കുന്നു, കൈ പ്രവൃത്തിയെ കാണിക്കുന്നു, പിന്നെന്താ ഞാൻ പറഞ്ഞ പ്രത്യേകത, 4 മുഖങ്ങളുണ്ട്. 4 മുഖങ്ങൾ ഇതിനെ കാണിക്കുന്നു. 4 മുഖങ്ങളെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ ഇവിടെ എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ഈ 4 മുഖങ്ങൾ നോക്കിക്കുക, അത് ഞാൻ താഴോട്ട് പറയുന്നുണ്ട്. ജീവികളെക്കുറിച്ച് പറയും. ഇപ്പോൾ 4 മുഖങ്ങൾ: സിംഹമുഖം, കഴുകമുഖം, കാളമുഖം, മനുഷ്യമുഖം. ഞാനത് ഒറ്റ വാക്കിൽ ഇപ്പോൾ പറഞ്ഞു വിടാം, പിന്നീട് ജീവികളെക്കുറിച്ച് കൂടുതൽ പറയും. ഈ 4 മുഖം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 4 അവസ്ഥകളെ കാണിക്കുന്നതാണ്. സ്വർഗത്തിൽ നിത്യതയോളം മുതൽ നിത്യത വരെ ഈ കാണപ്പെടുന്ന ഈ 4 മുഖങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും യേശുക്രിസ്തുവിൻ്റെ 4 അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 4 മുഖങ്ങൾ. അത് ദൈവസന്നിധിയിൽ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കും, നിത്യത മുതൽ നിത്യത വരെ വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ 4 മുഖങ്ങൾ. അത് ഞാൻ കൂടുതൽ ജീവികളെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അവിടെ ദൈവത്തിൻ്റെ അഥവാ യേശുക്രിസ്തുവിൻ്റെ 4 അവസ്ഥകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 4 മുഖങ്ങൾ. അത് ആര് വഹിച്ചിട്ടുണ്ട്? കെരൂബ് വംശത്തിൽപ്പെട്ട ദൂതന്മാർ വഹിച്ചിട്ടുണ്ട്. ദൈവസിംഹാസനം വഹിക്കുന്ന 4 ജീവികൾക്കും ഓരോ മുഖമുണ്ട്. ഈ 4 മുഖങ്ങൾ ഓരോ 4 ജീവികൾ, 4 കാല് പോലെ 4 ജീവികൾ, അവർക്കും ഓരോ മുഖമുണ്ട്. കാളമുഖവും, സിംഹമുഖവും, കഴുകുമുഖവും, മനുഷ്യമുഖവും, 4 മുഖങ്ങളുണ്ട്. 4. പക്ഷേ ഈ കെരൂബിന് എന്തുണ്ട്? 4. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന എല്ലായിടത്തും, ദൈവം പോകുന്ന എല്ലായിടത്തും ആര് പോകും? കെരൂബുകൾ പോകും. കെരൂബുകൾ പോകുന്ന ഇടത്തെല്ലാം 4 മുഖം വഹിക്കുന്നുണ്ട്. ദൈവം എവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 4 അവസ്ഥകളെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവസിംഹാസനത്തിൽ, അപ്പോൾ നമുക്ക് ദൈവസിംഹാസനത്തിൽ സറാപ്പുകളും കെരൂബുകളും അവിടെ കുടിരിക്കുന്ന ആളുകളും യേശുക്രിസ്തുവിനെ സ്മരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ ആരാധനയിൽ നമ്മൾ സ്മരിക്കേണ്ടത് ആരെയാണ്? നിശ്ചയമായും ഞാൻ സ്വർഗത്തിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കണം ദൈവസഭയുടെ അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്മരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ആരാധനയിൽ. യേശുക്രിസ്തുവിനെ സ്മരിക്കാത്ത ഒരാരാധനയുണ്ടെങ്കിൽ അത് ആരാധനയല്ല. ഏത് സമയത്ത് എപ്പോൾ കൂടി വന്നാലും യേശുക്രിസ്തുവിനെ സ്മരിക്കുന്ന പ്രസ്താവനകൾ, വാക്കുകൾ, കാര്യങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഓർത്തിരിക്കുകയും പറയുകയും അന്യോന്യം പറയുകയും ചിന്തിക്കുകയും ചെയ്യണം. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് മടുത്തു പോകുന്നതല്ല, മടുപ്പുളവാക്കുന്നതല്ല. അത് എല്ലാം ഇപ്പോഴും സ്മരിക്കേണ്ടതാണ്. ഇതാണ് കർത്തൃമേശം വെച്ചേക്കുന്നു. നമ്മൾ ഇന്ന് ഈ കർത്തൃമേശ സമയത്ത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ, ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ എന്തോ ചെയ്യും? സ്മരിക്കുമെന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അല്ലാത്ത ഞായറാഴ്ചകളിൽ എത്ര ദിവസം സ്മരിക്കും? ഈ പിള്ളേർ വല്ലതും പാട്ട് പാടുമ്പോൾ വല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് വല്ലതും മനോഹരമായ ഇംഗ്ലീഷിൽ പിള്ളേർ വല്ലതും പാട്ട് പാടുന്നത് ഒഴിച്ചാൽ നമ്മൾ മറ്റു വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നേ, മറ്റു വിഷയങ്ങളാണ് പറയുന്നത്. എന്ത് വിഷയവും പ്രസംഗിച്ചോ അതിനകത്തിൽ, എന്ത് വിഷയവും പാടിക്കോ, എന്ത് വിഷയവും പറഞ്ഞോ അതിനകത്ത് ആരെ കൊണ്ടുവന്നിരിക്കണം? യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നിരിക്കണം. അതാ തിയോളജി. അതാണ് ഹ്യൂമനിറ്റിക്സ് പഠിപ്പിക്കും. അതാണ് തിയോളജി. പ്രസംഗം. അതില്ലാത്ത പ്രസംഗം പൂജ്യമാണ്. ഞാനിപ്പോൾ എത്ര തകർത്ത പ്രസംഗം ഇവിടെ വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കാത്തൊരു പ്രസംഗമാണ് എൻ്റെ പ്രസംഗമെങ്കിൽ അതിന് 0 മാർക്കേ ഉള്ളൂ തിയോളജിയിൽ. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴും പറയാനുള്ള ആരെക്കുറിച്ചാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ
കർത്താവിനെ കുറിച്ചാണ്. അത് ഉൾക്കൊള്ളിച്ചിരിക്കണം, നിർബന്ധമാണ്. വേദപുസ്തകത്തിൻ്റെ ഈ തിരുവചനത്തിൻ്റെ വേദശാസ്ത്രത്തിൻ്റെ നിർബന്ധമായ ഒരു വിഷയമാണ്. സ്വർഗത്തിൽ 24 മണിക്കൂറും ദൈവമുള്ള എല്ലാ സ്ഥലത്തും ഈ 4 മുഖങ്ങൾ, ഈ 4 മുഖം ഇനിയും അത് പറഞ്ഞാൽ പ്രകാരം സംശയമുണ്ട്. 4 മുഖം. കഴുകുമുഖം എന്തിനെ കാണിക്കുന്നു? ദ വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് എഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിക്ടറിയെ കാണിക്കുന്നു. കാളമുഖം എന്തിനെ കാണിക്കുന്നു? ദാസത്വത്തെ കാണിക്കുന്നു. ഈ ഭൂമിയിൽ ദാസവേഷം എടുത്തു വന്ന, ഈ ഭൂമിയിൽ 33 വർഷക്കാലം ദാസനെ പോലെ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അടുത്തത് സിംഹമുഖം. യേശു ക്രിസ്തുവിനെ രാജത്വത്തെ പ്രൊക്ലെയിം ചെയ്യുന്നു. രാജാവായിരിക്കുന്ന യേശു ക്രിസ്തു രാജാവ്. പിന്നെ ഇനി ഏത് മുഖം പറയല്ലേ? സിംഹമുഖം, കളം. മനുഷ്യമുഖം. എന്നാൽ മനുഷ്യനാവതാരം, കേവലം ഹീനവേഷമെടുത്ത് മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. അപ്പം മനുഷ്യത്വം, ദാസത്വം, പിന്നെ രാജ്യത്വം, പിന്നെ വിക്ടറി, വിജയം. മരണത്തെയും പാതാളത്തെയും ജയിച്ച വിജയം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ദൈവ സിംഹാസനത്തിൽ നിത്യത മുതൽ നിത്യത വരെ പ്രൊക്ലൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സറാപ്പുകൾ ആരാധിക്കുമ്പോൾ, ഗ്ലോറി 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 പരിശുദ്ധൻ പറയുന്ന ആരാധിക്കുമ്പോൾ, ഇവിടെ 4 മുഖങ്ങൾ ഇതാ കെരൂബുകൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. 4 ജീവികൾ, 4 മുഖങ്ങൾ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെ, തൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള വലിയ പ്രവൃത്തിയെ നിരന്തരം പ്രൊക്ലൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാധന ഇതൊക്കെ വേണം. ആരാധനയെക്കുറിച്ച്, സുഖാസനത്തെക്കുറിച്ച് താപ്പോട്ട് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയേ പോലെ പ്രൊക്ലൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇടയിലും ഈ പ്രൊക്ലമേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും. അന്നേരം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാണും. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇവിടെ സപ്പോസ് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ജനത്തെ ഞാൻ ഈ കാര്യങ്ങൾ വളരെ വാഗ്ധോരണയോടുകൂടെ അവതരിപ്പിച്ച് നിങ്ങളെ അതിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടിരുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപ്പോൾ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നാ പ്രമാണം. അപ്പോൾ ആ രീതിയിൽ വേണം കെരൂബുകളെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ. ഇപ്പോൾ ഈ ദൈവസിംഹാസനത്തിൻ്റെ പിക്ചർ കിട്ടിയല്ലോ, ഒരു ആവറേജ് പിക്ചർ കിട്ടിയല്ലോ. ദൈവസിംഹാസനം ഇതിപ്പോൾ ദൈവസിംഹാസനം, ദൈവത്തിന് ഇരിക്കുന്ന കസേര, ഇത് ദൈവം ഇരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മുകളിലായി സറാപ്പുകൾ പറന്നു നിന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ 6 ചിറകുള്ള സറാപ്പുകൾ പറന്നു നിൽക്കുന്നു. പിന്നെ അതിന് താഴെയായി സിംഹാസന ചുറ്റും കെരൂബികൾ, 4 ചിറകുള്ള, 4 മുഖമുള്ള, 4 കൈയുള്ള കെരൂബികൾ അതിന് ചുറ്റുമായി നിൽക്കുന്നു. മുകളിൽ അതിന് താഴെ ഈ 4 കാല് പോലെ 4 ജീവികൾ, ഓരോ മുഖങ്ങളുള്ള, വ്യത്യസ്തമായ ഓരോ മുഖങ്ങളുള്ള, ചിറകുകളുള്ള, പ്രത്യേക രീതിയിൽ സൃഷ്ടിക്കപ്പെടാം ജീവികളെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ജീവികൾ ദൈവസിംഹാസനം വഹിക്കുന്നു. ആ ദൈവസിംഹാസനത്തിലാണ് ആരിയ്ക്കുന്നത്? ഇരിക്കുന്നത്. ഇനിയുണ്ട് പറയാൻ ദൈവസിംഹാസനത്തിൽ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അത് ദൈവസിംഹാസനത്തെക്കുറിച്ച് പറയാം. അത് അവിടെ ഇരിക്കട്ടെ. അല്ല ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ അത്രയേ ഉള്ളൂ. അല്ല, ഇനിയുമുണ്ട് ദൈവസിംഹാസനത്തിലെ കാര്യം പറയാൻ. അത് ഞാൻ ദൈവസിംഹാസനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും ജീവികൾ അവിടെയുണ്ട്. അത്രയും ജീവികൾ മാത്രമല്ല, ഇത് ഒരു ഗ്രൂപ്പ് മാത്രം. ഖരൂബ് വംശത്തിൽപ്പെട്ടതും സറാപ്പ് വംശത്തിൽപ്പെട്ടതും ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഗണങ്ങളിൽ വേറെ ഒരുപാട് ഗണങ്ങൾ ഉണ്ട്, അസംഖ്യമുണ്ട് എന്ന് നാം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ കെരൂബിനെ സൃഷ്ടിച്ചത് എഹെസ്കേൽ 28-ാം അധ്യായത്തിലേക്ക് വന്നേ. കെരൂബിനെ സൃഷ്ടിച്ചൂടെ പറഞ്ഞിട്ട് അവസാനം അതാ പറ്റുന്നുള്ളൂ. എഹെസ്കേൽ 28-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഈ സാത്താൻ ആരായിരുന്നു വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എഹെസ്കേൽ 28:14. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവസിംഹാസനം ഇരിക്കുന്നത് എവിടെയാ? ഉത്തരദിക്കിന് സമാഗമന പർവ്വതത്തിൽ ദൈവം ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു ഇവന്റെ വാസം. അപ്പൊ അവനും ഒരു പ്രത്യേക പദവി വെക്കണം. അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോകുന്നു. അതുവരെ അവൻ ലൂസിഫർ ആയിരുന്നു. നിഷ്കളങ്കനായിരുന്ന കാലം, നടപ്പിൽ തെറ്റ് വരുന്നത് വരെ അവൻ ലൂസിഫർ ആയിരുന്നു, നിഷ്കളങ്കനായിരുന്നു.
ആ മറയ്ക്കുന്ന കെരൂബേ, ആ ഞാൻ നിന്നെ അഗ്നിമയ രക്ഷങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ആ നിന്റെ സൗന്ദര്യം നിമിത്തം ആ നിന്റെ ഹൃദയം ദുർവിച്ച്. അവൻ സൗന്ദര്യമുണ്ട്, അവൻ ആത്മീയമായ രഥങ്ങൾ ചുറ്റും, അവനുകൊണ്ടൊരു സെക്യൂരിറ്റി. എന്തൊരു പദവിയിലിരുന്ന ഒരു പുള്ളിക്കാരനാണ്, എന്തൊരു ഭയങ്കര ശ്രേഷ്ഠമായ. അവൻ മാതൃകാ മുദ്രയാകുന്നു. അവനെ തീർത്ഥ തടങ്ങളിൽ അവനെ സ്വർണം കൊണ്ടും അനേകവിധമായ രത്നങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട ശരീരമായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചു വന്ന ഭാഗം. ഭയങ്കര മനോഹര രൂപിയായ ഒരു സൃഷ്ടിയായിരുന്നു ഈ കെരൂബിൽപ്പെട്ട ലൂസിഫർ. നോക്കണം, എത്ര മനോഹരമായിരുന്നു, എത്ര പൊസിഷൻ, എന്താ സ്ഥാനമായിരുന്നു. അവിടെ നിന്നാ ചിലർക്ക് ചില പദവികൾ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അഹങ്കാരം അങ്ങ് കയറും, നെകളിക്കും. നെകളം വീഴ്ചയ്ക്ക് മുമ്പേ എങ്ങനെ? വീഴ്ചയ്ക്ക് മുമ്പേ നെഹളം, അഹങ്കാരം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശാസ്ത്രം, ഏത് ജീവിയാണെന്നില്ല, അത്രയുള്ളൂ. ദൈവത്തിൻ്റെ ഒരു വാക്കേയുള്ളൂ. പക്ഷെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളുടെയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, അതിനെതിരെ പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, ദാസനാകണം. അവൻ മനസ്സിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങളുടെയും പദവികളുടെയും അടിസ്ഥാനത്തിൽ അഹങ്കാരമോ നികളമോ ഇല്ലാതെ താഴ്മയോടെ വിനയത്തോടെ, ഹ്യൂമിലിറ്റിയാണ് ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിൽ ഒന്നാണ് ഹ്യൂമിലിറ്റി, താഴ്മ ധരിച്ചുകൊണ്ട് ഓരോരുത്തൻ അന്യോന്യം ബഹുമാനിക്കണം. താഴ്മ അതില്ലാത്തവർക്ക് ലൂസിഫറിൻ്റെ സ്വഭാവമാണ് താഴ്മയില്ലാത്തവർ. ഞാൻ വലിയ ആളാ, ഞാൻ വലിയ സീനിയർ പാസ്റ്റർ, ഞാൻ വലിയ ഡിസ്ട്രിക്ട് പാസ്റ്റർ, ഞാൻ ഓവർസറാ, ഞാൻ ഇന്നാരാ, ഞാൻ പ്രവാചകനാ, ഇന്നാരാന്ന് തണ്ടും ഗമയും പൊക്കവും കാണിക്കുന്നത് അത് ലൂസിഫറിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവൊന്നുമല്ല. താഴ്മയാണ്. ഓരോ ദൈവരോ കൂടുന്തോറും, ഓരോ പദവികൾ ദൈവം എത്തിക്കുന്നതോറും നമുക്ക് എന്തോ ഉണ്ടാവും? താഴ്മയുണ്ടാകണം, ഹ്യൂമിലിറ്റി. അതില്ലാതെ പോയരാ ലൂസിഫർ. അപ്പോൾ ഈ ലൂസിഫർ എത്ര മനോഹര സൃഷ്ടിയായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായിരുന്നു, എത്ര മനോഹര രൂപിയായിരുന്നു. ആ മനോഹര രൂപിയായ ലൂസിഫറാണ് ദൈവസിംഹാസനത്തിൽ കയറി ഇരിക്കാൻ വേണ്ടി അന്തർഭാഗം സാഹസം കണ്ടത്. സൗന്ദര്യ സമ്പൂർണ്ണൻ, പിശാച് കടത്തിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. അവൻ ജ്ഞാനസമ്പൂർണ്ണൻ, സൗന്ദര്യ സമ്പൂർണ്ണൻ, മാതൃകാ മുദ്ര. ഈ വാസ് ദ മോഡൽ ഓഫ് ഓൾ ക്രിയേഷൻ. ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടികളിൽ ഏറ്റവും വലിയ മോഡലായിരുന്നു ഈ ലൂസിഫർ. അപ്പോൾ ഈ കെരൂബ് വംശത്തിൽപ്പെട്ട ഈ ദൂതന്മാർ, പ്രത്യേക ലൂസിഫർ, അപ്പോൾ ഇവരെ ആണ് ദൈവവിരോധമായി പാപം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞത്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇനി കൂടുതൽ പഠിപ്പിക്കുവാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ പിന്നീട് ദൈവം അനുവദിച്ചാൽ